കൂട്ടുകാരെ, നമുക്കിന്നൊരു പൊന്നാങ്കണ്ണി ചീര കൊണ്ടൊരു തോരൻ വെച്ചാലെന്താ? നമുക്ക് കണ്ണിന് പൊന്നായതുകൊണ്ടാണ് ഈ ചീരയെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ വയലിലൊക്കെ ധാരാളം കാണുന്ന ഒരു ചീരയാണ് കേട്ടോ. ഇത് മാർത്താണ്ഡത്ത് ചന്തയിലൊക്കെ ഇത് ആളുകൾ വിൽക്കാൻ കൊണ്ട് വച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനാവശ്യമായ ചീര നമുക്ക് പൊന്നാങ്കണ്ണി ചീര, കുറച്ച് ഉള്ളി, പിന്നെ അരപ്പിന് തേങ്ങയും മഞ്ഞയും ഒരു 4 കാന്താരി മുളകും കുറച്ച് ജീരകവും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. മിക്സിയിൽ അടിക്കണേ. നമുക്ക് ഈ ചീര ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ ചീര കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി അടുപ്പ് കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് വെക്കുക. ശകലം ഉഴുന്ന്, മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതിടാം. നോക്കട്ടെ, സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ചീര ചേർക്കാം. പൊന്നാങ്കണ്ണി ചീര അരിഞ്ഞു വച്ചിരിക്കണം. നല്ലപോലെ ഇളക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ഇലക്കറിയൊന്നും കഴിക്കാത്ത കുട്ടിയൊക്കെ അതിൻ്റെ കൂടെ ശകലം മുട്ടയും കൂടെ അടിച്ച് തോരനായിട്ട് വെച്ചാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. മുട്ടയുടെ ടേസ്റ്റ് കൊണ്ട് ഈ ഇലക്കറി കഴിക്കാത്ത കുട്ടികൾ തോരൻ കഴിച്ചോളും. പ്രത്യേകിച്ച് എൻ്റെ മോൾക്ക് ഈ ഇലക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഒരു ഇലക്കറികൾ അവൾ ഒരു ചീര വർഗ്ഗത്തിൽപ്പെട്ട ഒന്നും കഴിക്കത്തില്ല. പൊന്നാങ്കണ്ണി ചീര ചില സ്ഥലത്ത് നല്ല ചുവന്ന ചീരയായിരിക്കും. ഈ വെയിൽ ഏൽക്കുന്ന ഭാഗത്താണ് ഈ പച്ച കളറിൽ വരുന്നത്. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഉള്ള ചീര വന്നിട്ട് ചുവന്ന കളറായിരുന്നു. എനിക്കിപ്പോൾ കിട്ടിയത് വയലിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അത് നല്ല പച്ച കളറായിരിക്കുന്നു. നമുക്ക് അരപ്പൊന്ന് തട്ടി കൊടുക്കാം. ഓക്കെ, കണ്ണിന് കാഴ്ച കിട്ടുന്നൊരു നല്ല ചീരയാണ്. എല്ലാവരും കിട്ടുമ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കണം കേട്ടോ. ഇപ്പം എല്ലാവരും ഇത് വീട്ടിലൊക്കെ നട്ട് വളർത്താറുണ്ട്. കണ്ണിന് പൊന്നായതുകൊണ്ടായിരിക്കും പൊന്നാങ്കണ്ണി വില കിട്ടിയത് കേട്ടോ. ഇതുപോലെ തന്നെ വേറൊരു ചെടിയുണ്ട്, അത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതിലൊരു വെള്ളപ്പൂ വരും, അതാണ് പൊന്നാങ്കണ്ണി. നമുക്ക് ചുറ്റുമുള്ള ചെടികളെ, പ്രയോജനമുള്ളതും പ്രയോജനം ഇല്ലാത്തതുമായ ചെടികളെ നമ്മൾ തന്നെ തിരിച്ചറിയണം കേട്ടോ. ഒരു മുട്ട എടുത്ത് കുറച്ച് ഉപ്പും മുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ചേർക്കാം. ഇതിലോട്ട് ചേർക്കാം.
ഇലക്കറി മാത്രം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ മുട്ടയെ ഇവിടെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ പൊന്നങ്കണി ചീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ചീരയാണ്. കാഴ്ച കിട്ടുന്നൊരു നല്ല ചീരയാണ്. വിറ്റാമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയ ചീരയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്തൊരു ഡിഷുമായി ഞാൻ നാളെ കാണാം.